ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ കൈവശം ഡിസംബർ 31 ആകുമ്പോൾ നമുക്ക് വീണ്ടും ഇൻട്രസ്റ്റ് ഇൻകം ലഭിക്കുന്നതാണ്. ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് ഡിസംബർ 31 ലഭിക്കുമ്പോൾ നമ്മുടെ കൈവശം 1000 ഡിബഞ്ചറായിരുന്നു ഉണ്ടായിരുന്നത്. അതിലെ 600 ഡിബഞ്ചർ ഇപ്പോൾ ഓൾറെഡി തന്നെ നമ്മൾ ജൂലൈയിൽ വിറ്റു. നമ്മുടെ കൈവശം അവശേഷിക്കുന്നത് 400 ഡിബഞ്ചറാണ്. ഈ 400 ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 40,000 ആ 40,000-ന് 12% ആയിരിക്കും നമുക്ക് റിട്ടേൺ ലഭിക്കുന്നത്. 12% റിട്ടേൺ ലഭിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ലഭ്യമാകേണ്ട എന്ന് പറയുന്നത് 4,800 രൂപയാണ് നമുക്ക് ലഭ്യമാകേണ്ടത്. പക്ഷേ 6 മാസത്തെ മാത്രമേ നമുക്ക് ഇൻട്രസ്റ്റ് ഇൻകം കിട്ടത്തുള്ളൂ. അതിൻ്റെ നേർപകുതിയായ 2,400 നമുക്ക് ലഭ്യമാകേണ്ടത്. സോ ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് ശ്രദ്ധിക്കാം, 4,800-ന്റെ നേർപകുതിയായ 2,400 ആയിരിക്കും നമുക്ക് ഡിസംബർ 31 നമുക്ക് ലഭ്യമാകുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ ചെയ്യുന്നൊരു കാര്യം, ആദ്യം ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിച്ചു. 95-നായിരുന്നു ഒരു ഡിബഞ്ചർ വാങ്ങിച്ചത്. അങ്ങനത്തെ 1000 ഡിബഞ്ചർ വാങ്ങിച്ചു. അതിനുശേഷം അതിൻ്റെ 6-ാമത്തെ മാസം ഇൻട്രസ്റ്റ് കിട്ടി 12%. 6 മാസത്തെ ഇൻട്രസ്റ്റ് കിട്ടി. 7-ാമത്തെ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റു. 600 ഡിബഞ്ചർ വിറ്റു. അതിൻ്റെ നോമിനൽ വാല്യൂ ഇവിടെ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ യഥാർത്ഥത്തിൽ കിട്ടിയ റിയലൈസബിൾ വാല്യൂ 58,800 ദെൻ ഡിസംബർ 31 എത്തിയപ്പോഴത്തേനും നമുക്ക് വീണ്ടും ഒരു കാര്യം കൂടി ചെയ്യേണ്ടതായിട്ട് വന്നു. നമുക്ക് ഇൻട്രസ്റ്റ് ഇൻകം കിട്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ട് നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് ബാലൻസ് ചെയ്യാനാണ്. ബൈ ബാലൻസ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി ബൈ ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈവശം 1,00,000-ൻ്റെ ഫേസ് വാല്യൂലുള്ള ഡിബഞ്ചറാണ് നമ്മൾ വാങ്ങിച്ചത്. അതിൽ 60,000 ഫേസ് വാല്യൂ ഉള്ളത് നമ്മൾ വിറ്റു. നമുക്കിനി ശരിക്കും 40,000 ഫേസ് വാല്യൂലുള്ള ഡിബഞ്ചറാണ് നമ്മുടെ കൈവശം ക്ലോസിങ്ങിലുള്ളത്. ആ 40,000 ഫേസ് വാല്യൂവിൻ്റെ ഡിബഞ്ചറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാനൊന്ന് മായ്ക്കുകയാണ്, 400 ഡിബഞ്ചറാണ് നമ്മുടെ കയ്യിൽ ആക്ച്വലി ഇരിക്കുന്നത്. ഇനി നമ്മൾ ഈ 400 ഡിബഞ്ചറിൻ്റെ ക്ലോസിങ്ങിൽ അതിൻ്റെ വാല്യുവേഷൻ നമ്മൾ നടത്തണം. വാല്യുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ അതൊരു കാര്യം കൂടെ അവിടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഡിസംബർ 31 97 രൂപയാണെന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 400 ഡിബഞ്ചറാണ് നമ്മുടെ കൈവശമുള്ളത്. ഈ 400 ഡിബഞ്ചേഴ്സിൻ്റെ അകത്ത് നമ്മൾ ഇത് വാങ്ങുമ്പോൾ നമ്മുടെ കോസ്റ്റ് പ്രൈസ്, അതായത് ഈ 1000 ഡിബഞ്ചർ വാങ്ങിയപ്പോൾ നമ്മൾ 95 രൂപയ്ക്കാണ് നമ്മൾ വാങ്ങുന്നത്. പക്ഷേ നിലവിൽ ഈ പറയുന്ന പെർട്ടിക്കുലർ ഡിബഞ്ചറിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 97 ആണ്. അപ്പോൾ നമ്മളിവിടെ വാല്യുവേഷൻ നടത്തുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു ചോദ്യമാണ് വരുന്നത്, 400 ഇൻറ്റു 95 ആണോ 400 ഇൻറ്റു 97 ആണോ നമ്മൾ ചെയ്യേണ്ടത്? ഇതാണ് നമ്മുടെ മുന്നിലെ ചലഞ്ച് എന്ന് പറയുന്നത്. ഇതിൻ്റെ വ്യക്തമായ ആൻസർ നിങ്ങളുടെ ടെക്സ്റ്റിൽ ജേണൽ എൻട്രിക്കകത്ത് 5-ാമത്തെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട്. അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് ഇയർ ദ ബാലൻസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ടു ബി വാല്യൂഡ് ഓൺ ദി ബേസ് ഓഫ് കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ. അപ്പോൾ ഇയർ എൻഡിൽ നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യുവേഷൻ നടത്തണം. വാല്യുവേഷൻ നടത്തുമ്പോൾ എത്ര ഡിബഞ്ചറാണോ നമ്മുടെ കൈവശം ഇരിക്കുന്നത് അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് കോസ്റ്റ് പ്രൈസോ മാർക്കറ്റ് പ്രൈസോ ഇതിലേതാണോ കുറവ് ആ സംഖ്യയും കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ കോസ്റ്റ് പ്രൈസ് 95 ആണ്, പക്ഷേ ഇയർ എൻഡിൽ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 97 ഉണ്ട്. ഒരു കാരണവശാലും 97 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യരുത്. അതൊരു റോങ് ആയ തീരുമാനമായിരിക്കും. നമ്മളെപ്പോഴും കമ്പാരിസൺ നടത്തണം. രണ്ട് പ്രൈസും, കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പർച്ചേസ് പ്രൈസാണ് ഉദ്ദേശിക്കുന്നത്. ടു ബി ഫ്രാങ്ക്, ദാറ്റ് ഈസ് പർച്ചേസ് പ്രൈസ്. നമ്മൾ പർച്ചേസ് ചെയ്ത പ്രൈസാണ് ഉദ്ദേശിക്കുന്നത്. ഈ പർച്ചേസ് പ്രൈസും കോസ്റ്റ് പ്രൈസും ഒന്നാണ്. ഈ പർച്ചേസ് പ്രൈസും നമ്മുടെ മാർക്കറ്റ് പ്രൈസും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏത് പ്രൈസാണോ ചെറുതായിട്ട് നിൽക്കുന്നത്, കുറഞ്ഞ പ്രൈസ്, അതിന്മേൽ വേണം നമ്മൾ വാല്യുവേഷൻ നടത്താനായിട്ട്. സോ 400 ഇൻറ്റു 95 ആണ് ശരിക്കും നമ്മൾ ആ ഷെയർ അല്ലെങ്കിൽ ആ ഡിബഞ്ചർ അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ വാല്യുവേഷൻ നടത്തുമ്പോൾ ഇടേണ്ട പ്രൈസ് എന്ന് പറയുന്നത്. 400 ഇൻറ്റു 95 നമുക്ക് കിട്ടുന്നത് 38,000 റുപ്പീസാണ്. സോ നമ്മളിവിടെ പ്രിൻസിപ്പൽ റിയലൈസബിൾ വാല്യൂൻ്റെ അവിടെ എഴുതാം 38,000 എന്ന് പറഞ്ഞ് നമുക്കവിടെ കാണിക്കാൻ സാധിക്കുന്നത്. 38,000 രൂപയാണ് നമുക്ക് റിയലൈസ് ചെയ്യുന്നത് നമുക്ക് കാണിക്കാൻ സാധിക്കുന്നത്. സോ ഇവിടെ ഈ ക്ലോസിങ്ങിലെ ഈ വാല്യുവേഷനും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ കാര്യം ഓക്കെ ആയിരിക്കുകയാണ്. ഇനി ഈ വാല്യുവേഷൻ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, വാല്യുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത് നടത്തുന്നത്
ഫേസ് വാല്യൂ നമുക്ക് അതേപടി നമ്മുടെ ഹോൾഡ് ചെയ്യുന്നതിൻ്റെ ഫേസ് വാല്യൂ എഴുതാം. അതിനുശേഷം എത്ര ഡിബഞ്ചറാണ് ഇരിക്കുന്നത് ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് ആണോ കോസ്റ്റ് പ്രൈസ് ആണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന സമയത്ത് ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ട് ഏതാണോ കുറഞ്ഞ പ്രൈസ്, ആ കുറഞ്ഞ പ്രൈസിന്മേൽ വേണം നമ്മൾ നമ്മുടെ വാല്യുവേഷൻ നടത്താനായിട്ട്. സോ 400 ഷെയർ ഇൻറ്റു, ഇവിടെ ഞാനത് ബ്രാക്കറ്റിലൊന്ന് കാണിച്ചു തരാം, 400 ഇൻറ്റു 95 ആണ് ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ എന്ന് പറയുന്നത്. ഇതിന് മുമ്പിലത്തെ സമയത്ത് നമ്മൾ ഇത്തരത്തിലൊരു കാൽക്കുലേഷൻ നടത്തിയത് വിൽപ്പനയെ ബന്ധപ്പെട്ട സമയത്താണ്. അത് ജസ്റ്റ് ഒന്ന് ഞാൻ കാൽക്കുലേറ്റ് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. 98-നാണെന്ന് വിറ്റതെന്ന് എനിക്ക് തോന്നുന്നു. അതെ, 98-നാണ് വിറ്റത്. ഓക്കെ, സോ ഇതാണ് ആ ഫിഗർ വരാനുള്ള കാരണം. ഇതെല്ലാം ഫേസ് വാല്യൂ ആണ്, ഇത് നമ്മുടെ റിയലൈസബിൾ വാല്യൂ ആണ്. സോ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മളുടെ പ്രധാനമായിട്ടുള്ളത് 31 ഡിസംബറിലെ മറ്റു കാര്യത്തിലൂടെ നമ്മൾ കടക്കുകയാണ്. 31 ഡിസംബറിൽ സംഭവിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ലഭ്യമായിട്ടുള്ള പ്രോഫിറ്റിനെ നമ്മൾ P&L അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം. മറ്റൊന്നുമില്ല, നിസ്സാരമായൊരു കാര്യമാണ്. സെയിം ഡിസംബർ 31-ാം തീയതി നമുക്ക് ലഭ്യമായിട്ടുള്ള കംപ്ലീറ്റ് പ്രോഫിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, ഈ ഇരിക്കുന്ന ഇൻകമാണ് ഉദ്ദേശിക്കുന്നത്. പ്രോഫിറ്റ് എന്ന് ഉദ്ദേശിച്ചാൽ ഇൻകമാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ആദ്യമേ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് കിട്ടിയ ഹാഫ് ഇയർലി ഇൻട്രസ്റ്റ് ആയ 6000-വും 2400 നമ്മൾ നേരെ തന്നെ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ നെക്സ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡിൽ വരുന്നത് ടു P&L അക്കൗണ്ട്. P&L അക്കൗണ്ടിലോട്ട് നമ്മൾ ഈ പറയുന്ന 6000-വും 2400 കൂടിയിട്ടുള്ള ഇൻട്രസ്റ്റ് ഇൻകത്തിൻ്റെ അവിടെ ആയിട്ടാണ് അത് കാണിക്കേണ്ടത്. ശ്രദ്ധിക്കണം, ഇൻട്രസ്റ്റ് ഒരു ഡിവിഡൻറ്റിൻ്റെ അവിടെയാണ് കാണിക്കേണ്ടത്. ഇൻട്രസ്റ്റിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന 8400 രൂപയാണ് നമ്മൾ നേരെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് നമ്മൾ മാറ്റി വയ്ക്കുന്നത്. ക്ലിയർ? മറ്റൊന്നുമില്ല, ക്ലോസിങ്ങിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് ഇൻകം നമ്മൾ നേരെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഈ കാണിച്ചിരിക്കുന്ന കാര്യം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോബ്ലം ഇവിടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊന്ന് റേസ് ചെയ്യാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമുക്ക് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ചില നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ നേട്ടങ്ങളെ സംബന്ധിച്ച് ഒന്ന് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, പ്രിൻസിപ്പൽ എമൗണ്ടിൽ, അതായത് നമ്മൾ സ്പെൻഡ് ചെയ്ത എമൗണ്ടിലൂടെ നമുക്ക് ചില നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇൻട്രസ്റ്റ് ഇൻകമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏക കാര്യം എന്ന് പറയുന്നത്, ലാസ്റ്റ് നമ്മൾ വാല്യുവേഷൻ നടത്തിയതിന് ശേഷം അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് എൻട്രി ചെയ്യേണ്ടത് നമ്മുടെ ഇൻട്രസ്റ്റ് ഇൻകം നേരെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ഇൻകം നേരെ എടുത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് മാറ്റുന്നു. ഇനി ഇൻട്രസ്റ്റിലൂടെ അല്ലാണ്ട് തന്നെ നമുക്ക് പ്രിൻസിപ്പലിലൂടെയും ചില നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ നേട്ടത്തെക്കുറിച്ചാണ് ഞാനിനി പറയാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ വാങ്ങുന്ന പ്രൈസ് എന്ന് പറയുന്നത്, നമ്മൾ യഥാർത്ഥത്തിൽ സ്പെൻഡ് ചെയ്തത് 95,000 റുപ്പീസാണ്. നമ്മൾ യഥാർത്ഥത്തിൽ സ്പെൻഡ് ചെയ്ത തുക എന്ന് പറയുന്നത്, നമ്മൾ സ്പെൻഡ് ചെയ്ത തുക 95,000 റുപ്പീസാണ് സ്പെൻഡ് ചെയ്തത്. ഈ 95,000 റുപ്പീസ് സ്പെൻഡ് ചെയ്ത ഈ പറയുന്ന കൺസേൺഡ് ഡിബഞ്ചർ നമ്മൾ ജൂലൈയിൽ വിറ്റപ്പോൾ നമുക്ക് 58,800 രൂപ നമ്മുടെ കൈവശം കിട്ടി. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. 95,000 റുപ്പീസിന് നമ്മൾ വാങ്ങിച്ച ആ കൺസേൺഡ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ 58,800 രൂപയ്ക്ക് നമ്മൾ വിറ്റു. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒന്നുകൂടെ ഞാൻ ക്ലാരിറ്റി ആയിട്ട് നിങ്ങൾക്ക് പറയാം. ജനുവരി 1-ാം തീയതി നമ്മൾ 95,000 റുപ്പീസ് സ്പെൻഡ് ചെയ്തു. 95,000 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്തു. നമ്മുടെ കയ്യിൽ നിന്ന് അത്രയും പൈസ പോയി. പക്ഷേ ഈ സെയിം സ്പെൻഡ് ചെയ്ത തുക നമ്മൾ പർച്ചേസ് ചെയ്താണ് ഈ കാണിക്കുന്നത്, നമ്മുടെ കയ്യിൽ നിന്ന് പോയ പൈസ. ആ സെയിം എമൗണ്ട് പോയതിൽ നിന്ന് നമ്മൾ ജൂലൈ 1 നമ്മൾ എത്രയാണ് 58,800 രൂപയ്ക്ക് നമ്മൾ ഡിബഞ്ചർ വിറ്റു. ആലോചിച്ച് നോക്കി, 95,000 രൂപ നമ്മൾ മുടക്കി പൈസ പോയെങ്കിൽ പോലും നമുക്ക് 58,800 രൂപ നമ്മൾ വിറ്റ് ഇങ്ങോട്ട് പൈസ നേടിയെടുത്തു. നമ്മുടെ കയ്യിൽ 58,800 നമുക്ക് കിട്ടി. ഇനി നമ്മുടെ കയ്യിൽ എത്രയാണ് നമുക്ക് കിട്ടേണ്ടത് ശരിക്കും ആലോചിച്ച്? ഇതിൻ്റെ ഡിഫറൻസ് ആണ് നമുക്കിനി ശരിക്കും കിട്ടേണ്ടത്. 95,000 മൈനസ് 58,800. 95,000 മൈനസ് 58,800 നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക.
58,800 ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്കിനി കിട്ടേണ്ട തുക എന്ന് പറയുന്നത് 36,200 രൂപയാണ്. ശരിയല്ലയോ? നമ്മൾ 95,000 മുടക്കി, കയ്യിൽ നിന്ന് പൈസ മുടക്കി. പക്ഷേ ഇടയ്ക്ക് വെച്ച് നമ്മൾ വിറ്റ് 58,800 രൂപ നമ്മുടെ കയ്യിലോട്ട് വന്നു. ഇനി നമുക്ക് കിട്ടേണ്ടത് 36,200 കിട്ടേണ്ടതുള്ളൂ. പക്ഷേ നിങ്ങളൊന്ന് നോക്കിക്കേ, ഈ പറയുന്ന കൺസേൺഡ് അസറ്റിന് ആ പറയുന്ന ഡിസംബർ 31 തീയതിയിലെ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, അതിൻ്റെ വാല്യൂ കുറച്ചു വലിയ വാല്യൂ ആണ് വന്നിരിക്കുന്നത്. എന്താണ്? നമ്മൾ ഇനി 400 ഡിബഞ്ചർ നമ്മൾ വിൽക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് എത്ര രൂപ കിട്ടും? 38,000 രൂപ കിട്ടും. ശരിയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, 95,000 രൂപയ്ക്ക് വാങ്ങിച്ച ഡിബഞ്ചർ നമ്മൾ വിൽപ്പന നടത്തി 58,800 കിട്ടി. ഇനി നമുക്ക് കിട്ടേണ്ടത് 36,200 നമുക്ക് കിട്ടേണ്ടത്. ഇതാണ് നമുക്ക് കിട്ടേണ്ട സംഖ്യ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളിനി വിൽക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് 38,000 രൂപ നമ്മുടെ കയ്യിലേക്ക് കിട്ടും. 36,200 കിട്ടേണ്ട സ്ഥലത്ത് 38,000 കിട്ടുമ്പോൾ 36,200 എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 1,800 രൂപയുടെ പ്രോഫിറ്റ് നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. ശരിയല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, വളരെ കൂളായിട്ട് ചിന്തിക്കുക. 95,000 റുപ്പീസിന് നമ്മൾ വാങ്ങിച്ച ഒരു അസറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതിൽ നമ്മൾ ഇടയ്ക്ക് അതിൻ്റെ പകുതി എടുത്ത് വിറ്റു, 58,800 നമുക്ക് കിട്ടി. ഇനി ശരിക്കും നമുക്ക് കിട്ടേണ്ട തുക എന്ന് പറയുന്നത്, ആ തുക പോയി കഴിഞ്ഞാലുള്ള 36,200 നമുക്ക് കിട്ടേണ്ടത്. പക്ഷേ നമുക്ക് 38,000 കിട്ടും. കാരണം പ്രസൻറ്റ് വാല്യുവേഷൻ വെച്ച് പറയുകയാണെങ്കിൽ 38,000 നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. അതിൻ്റെ അർത്ഥം എന്താണ്? 1,800 രൂപയും കൂടെ നമുക്ക് ലാഭമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത്, ഈ പ്രിൻസിപ്പൽ കോളത്തിൽ, പ്രിൻസിപ്പൽ എമൗണ്ട് എഴുതിയിരിക്കുന്ന കോളത്തിലെ 95,000 മൈനസ് 58,800 കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്ന എത്രയാണോ ആ തുകയും വാല്യുവേഷനിലെ ഫിഗറും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യും. അപ്പോൾ വാല്യുവേഷനിലെ തുകയാണ് കൂടുതലെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും, വാല്യുവേഷനിലെ തുക കുറവാണെങ്കിൽ നമുക്ക് ലോസ് ആയിരിക്കും. ഇവിടെ നോക്കിക്കേ, 95,000 മൈനസ് 58,800 എന്ന് പറയുന്നത് കിട്ടുന്നതെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 36,200 നമുക്ക് റിയലൈസ് ചെയ്ത് യഥാർത്ഥത്തിൽ കിട്ടുന്നത് 36,200 പക്ഷേ കിട്ടാൻ പോകുന്നത് 38,000 38,000 ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും 1,800 രൂപയുടെ പ്രോഫിറ്റ് നമുക്ക് പ്രിൻസിപ്പളിൽ തന്നെ വീണ്ടും കിട്ടുന്നതായിരിക്കും. ഇത് ഇൻട്രസ്റ്റ് ഇൻകമാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മളിനി കാണാൻ പോകുന്നത് പ്രിൻസിപ്പളിലൂടെ നമുക്ക്, അതായത് അതിൻ്റെ റിയലൈസേഷൻ നടക്കുവാണെങ്കിൽ നമുക്ക് വീണ്ടും 1,800 രൂപയുടെ ഒരു ലാഭവും കൂടെ നമുക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് അവിടുത്തെ സത്യാവസ്ഥ. ഓക്കെ, അപ്പോൾ 8,400 നമ്മുടെ പ്രോഫിറ്റാണ്. അത് ഇൻട്രസ്റ്റ് ഇൻകത്തിലൂടെ കിട്ടുന്ന ലാഭമാണ്. ഇത് പ്രിൻസിപ്പലിലൂടെ കിട്ടുന്ന ലാഭമാണ് ഈ പറഞ്ഞിരിക്കുന്ന 1,800 എന്ന് പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാവുന്നതാണ്, ബാലൻസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ ഫേസ് വാല്യൂൻ്റെ കോളത്തിൽ രണ്ട് സൈഡിലും 1 lakh നമുക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. ഇവിടെ 60,000 പ്ലസ് 40,000 1 lakh നമുക്കിവിടെ എഴുതാം. ദെൻ ഇവിടെ 8,400 നമ്മുടെ ഇൻട്രസ്റ്റ് ഇൻകം കിട്ടിയിരിക്കുന്നത്. ആ 8,400 നമുക്കിവിടെ കാണിക്കാം. ഇവിടെ 6,000 പ്ലസ് 2,400 8,400 നമുക്കിവിടെ കാണിക്കാം. ദെൻ ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 96,800 നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ കോളത്തിൽ കാണിക്കേണ്ടത്. 94,800 ഇവിടെ വരുന്നതായിരിക്കും. ഇവിടെയും 96,800 നമുക്കിവിടെ കാണിക്കേണ്ടത്. 96,800 വരുന്നത്. ഓക്കെ, സോ ഇവിടെ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ അക്കൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ആദ്യം ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങുന്ന ട്രാൻസാക്ഷൻ, പിന്നീട് 6 മാസം കഴിയുമ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് ലഭിക്കുന്നത്. 6 മന്ത്സിലെ ഇൻട്രസ്റ്റ് മാത്രമേ കാണിക്കാവുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഡേ നമ്മളത് വിൽപ്പന നടത്തുന്നതിനെ സംബന്ധിച്ചുള്ള ഫിഗർ, പിന്നീട് 6 മാസം കഴിയുമ്പോഴത്തേനുള്ള ഇൻട്രസ്റ്റ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നീട് നമ്മൾ വാല്യുവേഷൻ നടത്തുന്ന കോണ്ടെക്സ്റ്റ്, വാല്യുവേഷൻ നടത്തുമ്പോൾ കോസ്റ്റ് പ്രൈസും മാർക്കറ്റ് പ്രൈസും കമ്പയർ ചെയ്ത് ലീസ്റ്റ് പ്രൈസിലായിരിക്കും നമ്മൾ വാല്യുവേഷൻ നടത്തേണ്ടത്. പിന്നീട് നമ്മൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പോകുന്ന പ്രൈമറി സ്റ്റെപ്പ് എന്ന് പറയുന്നത്, കിട്ടിയിരിക്കുന്ന ഇൻട്രസ്റ്റ് ഇൻകം നമ്മൾ നേരെ ഇൻട്രസ്റ്റിൻ്റെ കോളത്തിൽ തന്നെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിൻസിപ്പൽ കോളം നമ്മൾ ബാലൻസ് ചെയ്യാനായിട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട്
പ്രിൻസിപ്പൽ കോളത്തിൻ്റെ അകത്ത് നമ്മൾ വാങ്ങിയപ്പോൾ കൊടുത്ത തുക, വിറ്റപ്പോൾ കിട്ടിയ തുക, അത് നമ്മൾ കുറച്ചതിന് ശേഷം ഇപ്പോൾ അതിൻ്റെ ക്ലോസിങ്ങിലെ വാല്യൂ എത്രയാണെന്ന് നമ്മളൊന്ന് നോക്കുന്നു. ആ വാല്യൂ എന്ന് പറയുന്നത് അതിലും കൂടിയ വിലയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റാണ്. പ്രിൻസിപ്പലിലൂടെ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് നമ്മൾ നേരെ P&L അക്കൗണ്ടിലോട്ട് മാറ്റുന്നു. 1800. സോ നമ്മുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ ഇല്ലസ്ട്രേഷൻ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഇതാണ് ഈ ഒരു മെത്തേഡിൻ്റെ ഒരു ഫസ്റ്റ് പ്രൈമറി പ്രോബ്ലം എന്ന് പറയുന്നത്. ഒന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയായിട്ട് മുന്നോട്ട് പോകാം.